ഹായ് കൂട്ടുകാരി, ഇന്നെന്താ പറയാൻ വന്നതെന്നറിയാവോ? ഇന്നലെ വൈകിട്ട് ഒരു കൂട്ടുകാരി വിളിച്ചായിരുന്നു. അപ്പോൾ അവൾ ഇന്ന് വൈകിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അവൾ പറഞ്ഞത് എന്താണെന്നറിയോ, ഞാൻ വരുമ്പോൾ നിനക്ക് ഇഡ്ഡലി സാമ്പാറും ഒക്കെ കൊണ്ടുതരാം, നിങ്ങൾക്ക് നോയമ്പല്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. കാരണം അവളുടെ സാമ്പാറെന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചെടി, ഞാൻ നിനക്ക് വല്ലതും ഉണ്ടാക്കി വെക്കണ്ടായിരുന്നു. വേണ്ട, നീ വയ്യാതെ റെസ്റ്റൊക്കെ ഒന്ന് കഴിഞ്ഞ് വരുന്നതല്ലേ ഉള്ളൂ, നീ ഇപ്പോൾ ഒന്നും ചെയ്യണ്ട, ഞാനിതൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞു കേട്ടോ. അവളുടെ സാമ്പാറെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സദ്യക്ക് പോയി കഴിക്കത്തില്ലേ, അതാണേ, അത്രയും ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ ഇവിടെ ഞങ്ങൾ നോയമ്പൊക്കെ ഉള്ളപ്പോൾ സാമ്പാറൊക്കെ വെക്കുന്നത്, പക്ഷേ ഇവൾ വെക്കുന്ന ആ ഒരു ടേസ്റ്റ് അങ്ങനെ കിട്ടത്തില്ല കേട്ടോ. പിന്നെ ഞങ്ങളുടെയൊക്കെ കല്യാണങ്ങളൊക്കെ വരുമ്പോഴാണെങ്കിൽ നോയമ്പിലാണെങ്കിൽ ഈ സദ്യ ആയിരിക്കും, അതിൻ്റെ ടേസ്റ്റും നല്ല സൂപ്പറാണ് കേട്ടോ. അപ്പം ഇവൾ സാമ്പാർ വെക്കുന്ന ആ ഒരു ടേസ്റ്റ് നമ്മൾ ആ ഒരു സദ്യയുടെ സാമ്പാറിൻ്റെ ടേസ്റ്റാണ്. ഒരുപാട് പ്രാവശ്യം ഇവൾ എനിക്കിതിൻ്റെ ചേരുവ പറഞ്ഞു തന്നു. അപ്പം ഞാൻ വെക്കുമ്പോൾ ഒന്നെങ്കിൽ തൊമര കൂടിപ്പോവും, അല്ലെങ്കിൽ മല്ലിപ്പൊടി, അല്ലെങ്കിൽ മുളക് പൊടി, ഇതെല്ലാം ഒന്ന് ശരിയായി വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇൻഗ്രീഡിയൻറ്റ് മറന്നു പോകും, അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഒരു പാളിച്ച പറ്റും കേട്ടോ. അപ്പോൾ പക്ഷേ ഇവളുണ്ടാക്കിക്കൊണ്ട് വരുന്ന ആ ഒരു ടേസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. സദ്യയുടെ സാമ്പാറിൻ്റെ ടേസ്റ്റ് എല്ലായിടത്തും നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ, എല്ലാവർക്കും അത് അറിയാമല്ലോ. അപ്പം അല്ലാത്ത സമയത്തൊക്കെയാണ് ഞങ്ങളുടെയൊക്കെ കല്യാണങ്ങൾക്കാണെങ്കിൽ ഇറച്ചിയും മീനും ഒക്കെയാണ്. ഈ നൊയമ്പ് സമയത്താണെങ്കിൽ ഇങ്ങനെയുള്ള സദ്യയാണ്, പായസമൊക്കെ കൂട്ടിയുള്ള സദ്യ. പക്ഷേ അതിൻ്റെ ടേസ്റ്റ് ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ ആ സാമ്പാറിൻ്റെ കാര്യം പറയണ്ടല്ലോ. അപ്പോൾ ഇവളെന്നോട് എപ്പോഴും പറയും, എടി നീ ഇത് പഠിച്ചേ പറ്റത്തുള്ളൂ, ഒരു പ്രാവശ്യം ഇവിടെ വന്ന് എനിക്ക് ഉണ്ടാക്കി വരെ തന്നു കേട്ടോ. അപ്പം ഇന്ന് വരുമ്പോൾ അത് കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞേക്കുവാണ് രാത്രിയിൽ. അപ്പം നാളെ കാണാം കേട്ടോ.